കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം. എന്നോട് ഒരാൾ ചോദിക്കുകയുണ്ടായി, സാറേ ഞാൻ എന്നും ശകനം കണ്ടിട്ടാണ് പോകുന്നത്, എന്നും എനിക്ക് ആ ശകനം കണ്ടു കഴിഞ്ഞാൽ മോശമാണ്. മിക്കവാറും 1-2-3 പേരുണ്ട്, അവരെ ആ ശകനം കണ്ടിട്ട് പോകുന്നത്. അത് കണ്ടിരിക്കും, സംശയമില്ലാതെ അറിയാം. നല്ലതിന് പോയാലും ചീത്തയ്ക്ക് പോയാലും ഏത് കാര്യത്തിന് പോയാലും അത് കണ്ടിരിക്കും. എന്തൊക്കെയാണ് സാറേ നല്ല ശകനങ്ങൾ? നമ്മൾ നേരത്തെ ശകനത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അതിനൊരു പ്രമാണം കൂടെ ഉണ്ട്. മലയാളത്തിലുള്ള പ്രശ്നരീതി എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിനായിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിനകത്ത് ഉണ്ട് മദ്യം പച്ച ഇറച്ചി മണ്ണ് ശവവും കത്തുന്ന തീയക്ഷരം എന്ന് തുടങ്ങുന്നതായിട്ടുള്ളൊരു പ്രമാണമുണ്ട്. അതിൽ നമ്മൾ ശകനം കാണുന്നത്, മദ്യം കാണുന്നത് ഏറ്റവും ഉത്തമമായിട്ട് ധനം, ഐശ്വര്യം, സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ് തലേന്ന് വെള്ളം അടിച്ചിട്ട് രാവിലെ കൊണ്ട് ആ കുപ്പിയോടെ വെച്ചിട്ട് കണ്ടിട്ട് പോയി കളയരുത്. ഇത് നല്ല ശകനമാണ് എന്ന് ഭാര്യയോടോ ഒക്കെ പറഞ്ഞിട്ട് ഇത് നല്ലതാണ് ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടാ അതെടുത്ത് നോക്കൂ, ആ എപ്പിസോഡ് എടുത്ത് നോക്കൂ എന്ന് പറഞ്ഞു കളയരുത്. മദ്യം കൊണ്ടുവരുന്നതോ മദ്യം ചെത്തിയിറക്കി കൊണ്ടുവരുന്നതോ മദ്യം കാണുന്നതോ ഏറ്റവും ഉത്തമമാണ്. മദ്യം പച്ച ഇറച്ചി നമ്മൾ കണ്ടിട്ടില്ലേ, ബസ്സുകാരൊക്കെ ഈ ടൂറിസ്റ്റ് ആണെങ്കിലും പിന്നെ എന്താ പറയുക, റൂട്ടിലോടുന്ന ബസ്സുകളൊക്കെ നമ്മളെ ഈ ഇറച്ചി വെട്ടുകാരുടെ കടയുടെ മുമ്പിൽ കൊണ്ടിടും തലേ ദിവസം. പിറ്റേ ദിവസം ആ പച്ച ഇറച്ചി വാർന്നെടുക്കുന്നതും അല്ലെങ്കിൽ ആ പച്ച ഇറച്ചി വെട്ടുന്നതുമായിട്ട് കണ്ടിട്ടാണ് ഇവർ യാത്ര പുറപ്പെടുന്നത്. ഇത് ബസ്സുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മദ്യം പച്ച ഇറച്ചി ഏറ്റവും നല്ലതാണ്. മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ട് പോകുന്നത്, മണ്ണ് കൊണ്ട് വരുന്നത് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പഴയ കാലത്ത് എൻ്റെ ചെറിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞേക്കാം, ഒരു ചെറിയൊരു കഥ പറയാം. ഒരു അച്ഛനും മകനും കൂടെ നടന്നു പോകുന്ന സമയത്ത്, നല്ല പാരമ്പര്യമുള്ള ജ്യോത്സ്യന്മാരാണെന്ന് വിചാരിക്കുക. അച്ഛൻ നല്ല ജ്യോത്സ്യൻ, മകൻ ജ്യോതിഷം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏകദേശമായി പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഗോളം പിന്നെ പഞ്ചാംഗം ഒക്കെ ഗണിക്കാനായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുക. ഇന്ന് ഗോളം ഗണിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് ചുരുക്കമാണ്. എല്ലാവരിലും കമ്പ്യൂട്ടറിലെ ഷൂ വെച്ചാൽ മതി. അല്ലാതെ കൈകൊണ്ട് ഗണിക്കാൻ അറിയാവുന്ന ഈ പറയുന്നതായിട്ടുള്ള കേരളത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു 5 ലക്ഷം ജ്യോത്സ്യന്മാരുണ്ടെങ്കിൽ അതിൽ ഒരു 10-40% കൂടുതലൊന്നും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയവർക്കൊക്കെ മിക്കവാറും ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ സാധ്യത കൂടുതലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് നല്ല നല്ല ജ്യോത്സ്യന്മാരുണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല ജ്യോത്സ്യന്മാരും നല്ല അറിവും നല്ല പക്വതയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള, ഇതുപോലെ കോടികൾ മേടിച്ച് പൂജ ചെയ്യുന്ന, എൻ്റെ അടുക്കൽ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ പൂജാസാധനം ഞാൻ എഴുതി കൊടുത്തിട്ട് പോലും പറയുന്നുണ്ട് അത് കൂടുതലാണ്. 10,000, 15,000, 17,000, 20,000 രൂപയ്ക്കകത്ത് ഉള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് പോലും പറയുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഒരു അച്ഛനും മകനും കൂടെ നടന്നു പോവാണ്, ഒരു ജ്യോതിഷനും മകനും കൂടെ. അപ്പൊ നടന്നു പോകുന്ന വക്കില് ഒരു കിളി, എന്തെങ്കിലും ആയിക്കോട്ടെ, വിശദീകരിക്കുന്നില്ല, ആ കിളി കാഷ്ടിച്ചു. അപ്പൊ ആ കാഷ്ടിച്ചു കഴിഞ്ഞപ്പോ മകൻ പറഞ്ഞു, ഇപ്പൊ നോക്കിയപ്പോ കിളിയാണ്, നമ്മൾ പോകുന്ന ഇടത്തു നിന്നും പാൽപ്പായസം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 10-15 ചവിട്ടിട്ട് കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, പാൽപ്പായസം കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ കരിഞ്ഞ പാൽപ്പായസമായിരിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ മകൻ ചോദിച്ചു, അതെന്താ കാരണം? അതാണ് ഞങ്ങളൊക്കെ പറയുന്നത്, ഭാവാതീശേജ ഭാവേ സതിബലരഹിതേ ചക്രഹേ. ഗോചരം നന്നായിട്ട് ചിന്തിക്കാൻ അറിയാവുന്ന ഒരു ജ്യോത്സ്യൻ ഒറ്റ പ്രാവശ്യം കവടി വെച്ചാൽ മതി. പിന്നെ വരുന്നവരുടെ ഇംഗിതങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ കഷ്ടങ്ങളൊക്കെ നമ്മൾ കുറച്ചു നേരം കേൾക്കണം, എന്തെങ്കിലും മാത്രമേ അവർക്കൊരു സന്തോഷമാകത്തുള്ളൂ. അതുകൊണ്ടാണ് തമാശയും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. അല്ല ഒരാളെ സൂചിപ്പിക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. തമാശയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവരുമായിട്ട് അവരുടെ ആ ഒരു സങ്കടമായിട്ട് വരുമ്പോൾ അവരെ നന്മയായിട്ട് വിടാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മകൻ പറഞ്ഞു, എന്താണ് അച്ഛാ അങ്ങനെ പറയാനുള്ള കാരണം?
അപ്പോൾ പറഞ്ഞ് കിട്ടട്ടെ, നമുക്ക് നോക്കാം, പരീക്ഷിക്കാം. ശരി, അങ്ങോട്ട് പോയപ്പോൾ ഉണ്ട് ഒരാൾ പായസവുമായിട്ട് വരുന്നു. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലെ പ്രസാദമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പായസം കൊടുത്തു രണ്ടുപേർക്കും. നിവേദ്യാദികൾ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണമെന്നാ അല്ലേ? അങ്ങനെയല്ല, നമ്മൾ അമ്പലത്തിൽ നിന്ന് പായസം കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുക. അതാണ് അതിൻ്റെ ഫലം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ കൃത്യമാണ്, പാൽപ്പായസമാണ്, മകൻ പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ അതല്പം കരിഞ്ഞതായിരുന്നു. അപ്പൊ അത് അച്ഛൻ്റെ പ്രാക്ടീസാണ്. അപ്പോൾ കുറച്ചുകൂടി നടന്നു. ഈ പായസം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഇത് കഴിച്ചുകൊണ്ടിങ്ങനെ ആസ്വദിച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോ മകൻ ചോദിച്ചു, അച്ഛാ അതെങ്ങനെ അങ്ങനെ പറഞ്ഞ് കരിഞ്ഞ പാൽപ്പായസമാണെന്ന് പറഞ്ഞേ? അപ്പൊ നീ കിളി കാഷ്ടിച്ചത് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. പക്ഷെ കിളി എവിടെ ഇരുന്ന് കാഷ്ടിച്ചു? അതൊരു ഉണങ്ങിയ കൊമ്പിൽ ഇരുന്നാണ് കാഷ്ടിച്ചേ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ കരിഞ്ഞ പാൽപ്പായസം കിട്ടാൻ സാധ്യതയുണ്ടത് എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ ശകനത്തിന്റെ കാര്യം പറഞ്ഞ പോലെ മദ്യം എന്ന് പറഞ്ഞു, ഞാൻ ആദ്യമേ എടുത്തു പറഞ്ഞതിന്റെ കാര്യം ഏതാ, തലേദിവസം അടിച്ചതിന്റെ ബാക്കിയുണ്ടെങ്കിൽ കൊണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് എന്നും ഉപയോഗിക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞ് എന്നുവെച്ചാൽ യുക്തിയും ബുദ്ധിയും പൂർവ്വം അച്ഛൻ ചിന്തിക്കാൻ തുടങ്ങി. കാര്യം പ്രാക്ടീസ്, കാര്യം ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു ജ്യോതിഷൻ അല്ലെങ്കിൽ നല്ല പ്രാക്ടീസുള്ള ജ്യോത്സ്യനാണെങ്കിൽ 27-ാം തീയതി വിവാഹത്തിന്റെ ഒരു കാര്യമാണ്, 27-ാം തീയതിക്കുള്ളിൽ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മുടങ്ങി പോകാനോ അല്ലെങ്കിൽ ഇന്നടത്തുനിന്ന് വരാനോ അത് ആ പ്രാക്ടീസ് കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഒറ്റ പ്രാവശ്യം കവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്ന സംഭവമാണ്. പിന്നെ നമ്മൾ പരിഹാരത്തിന് വേണ്ടിയാണ് 10-15 മിനിറ്റ് ഇരുന്ന് അവരുമായിട്ട് സംസാരിച്ചൊക്കെ എടുത്ത കാര്യങ്ങൾ. അതുകൊണ്ട് ഏറ്റവും നല്ല ശകനമാണ് മണ്ണ്, പുതുമണ്ണ് കാണുന്നത്. അതുപോലെ ശവം എന്ന് വെച്ചാൽ മരണ വാർത്ത കേൾക്കുന്നത്, ശവം കൊണ്ടുവരുന്നത്, ഇതൊക്കെ നല്ലതാണ്. കത്തുന്ന തീയെ, നല്ലതായിട്ട് കത്തുന്ന തീ, അക്ഷതം പറഞ്ഞാൽ നെല്ല്, പൂവ്, അരി, ഈ സാധനങ്ങളെല്ലാം ഇട്ട് തരുന്നതാണ് അക്ഷതം. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അക്ഷതം കാണുക, അതുപോലെ നെയ്യ് കാണുക, കത്തുന്ന തീ, കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നല്ല തീ, പുകയോടുകൂടിയ തീ അല്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയുണ്ട്, അത് കാണുക. അതുപോലെ നെയ്യ് കാണുക, ചന്ദനം കാണുക. ഇതൊക്കെ വെച്ചാല് ചില മദ്യം, പച്ച, ഇറച്ചി, മണ്ണ്, ശവവും കത്തുന്ന തീ, അക്ഷതമോ. അപ്പൊ അങ്ങനെയാണ് ആ പ്രമാണത്തിൽ തന്നെ പറയുന്നത്. വെളുത്ത കുസുമം എന്താണ്? പൂവാണ്. കുസുമം പൂവാണ്. ഇങ്ങനെ വെളുത്ത പുഷ്പങ്ങൾ കാണുന്നത്, ഇതൊക്കെ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ വിപ്രദ്വയം, ഒരു വിപ്രനെ കണ്ട, ഒരു ബ്രഹ്മം ചെയ്ത് ഞങ്ങളപ്പോൾ ഒരു വിപ്രനെ കണ്ടു കഴിഞ്ഞാൽ ദോഷവും. 2 വിപ്രദ്വയം, നമ്മൾ പറയത്തില്ല പള്ളിയിലച്ചന്മാരെ കണ്ടിട്ടൊന്നും പോകാൻ പാടില്ല. മുഹമ്മദ് ദേവാലയത്തിലെ ഉസ്താദന്മാരെ കണ്ടിട്ടൊന്നും പോകാൻ പാടില്ല. അതിലൊക്കെ ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ മേടിക്കാൻ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന പോലെ. വിപ്രദ്വയം, കാഹളം, വേശ്യാസ്ത്രീ, തൈര്, തേന്, കരിമ്പ്, ഗജം, ആനയെ കാണുന്ന കരി ഏറ്റവും നല്ലതാണ്. പിന്നെ ആനയൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ ഒരെണ്ണത്തിനെ മേടിച്ച് നമ്മുടെ വീട്ടിൽ നിർത്തി നോക്കോളാം എന്നും കാണാനായിട്ട്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ അതിനെ ചെലവിന് കൊടുക്കാനോട് നോക്കണം കേട്ടോ. തണ്ടശ്വത മൈന്തോളവും രാജാവും കയറിട്ട കാള, രാജാവിനെ കാണുന്ന ഏറ്റവും ഉത്തമമാണ് കേട്ടോ. ഭരണാധികാരി, ഇന്നത്തെ കാലത്ത് പ്രസിഡന്റ്, മന്ത്രി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണുന്ന ഏറ്റവും ഉള്ളത്. പിന്നെ കയറിട്ട കാളയാണ്, പശുവല്ല കാളയാണ്. കയറിട്ട കാള, പശു, യാത്രാമുഖേശോഭനം, ഒരു നല്ല യാത്ര തിരിക്കുമ്പോൾ കാണുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു പെണ്ണ് കാണൽ ചടങ്ങാണെങ്കിലും, ഒരു വസ്തു മേടിക്കുന്ന കാര്യമാണെങ്കിലും, പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ സാധിക്കുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും എനിക്കറിയില്ല, പക്ഷെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു വ്യാഖ്യാന രൂപേണ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് തമ്മിൽ കാണണ്ടേ. നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാം മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.